ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ മല്ലിച്ചപ്പ്, തക്കാളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു ലെമൺ, അതിനുശേഷം ഒരു 3-4 ഉള്ളി അരിഞ്ഞ് വെക്കണം. അതിനുശേഷം ബിരിയാണി മസാല, അതിനുശേഷം കുറച്ച് നെയ്യും കൂടി വേണം. പിന്നെ വേണ്ടത് അരി നമ്മൾ കഴുകി കുതിർത്തി വെക്കണം. പിന്നെ മാഗ്നേറ്റ് ചെയ്ത ചിക്കനാണിത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കണം. അതിനുശേഷം ഒരു മിക്സ് റെഡിയാക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലി ഇല, പിന്നെ തക്കാളി കൂടി ഇട്ടിട്ട് ഒരു ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ പപ്പടം വറുത്തെടുക്കുന്നുണ്ട്. പപ്പടം ബിരിയാണിൻ്റെ സൈഡായിട്ട് വെക്കാനാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അതായത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ എൻ്റെ ലോങ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഷോർട്സ് ഇടാറുണ്ട് ഞാൻ. അതിനുശേഷം അതേ വെളിച്ചെണ്ണയിൽ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കണം. കരിയാതെ നോക്കണം. വീഡിയോ എടുക്കുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് കരിഞ്ഞു പോയായിരുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ വീഡിയോസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഷോർട്സും ലോങ് വീഡിയോസും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. അതിനുശേഷം അതേ പാനിലോട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് എടുക്കണം നമുക്ക്. ഞാൻ എല്ലാം കൂടി അത് അങ്ങനെ മൊരിച്ചെടുക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരേ പാനിലോട്ട് തട്ടിപ്പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ. അതിനുശേഷം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ട് തിരിച്ച് ഇട്ട് വെക്കണം. അതിനുശേഷം അത് വേറെ പാത്രത്തിൽ എടുത്ത് വെക്കണം. അതിനുശേഷം ഒരു കുക്കർ വെച്ചിട്ട് കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ഗ്രാമ്പു, പട്ട, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇടണം. എൻ്റെ കയ്യിൽ കുറച്ച് സാധനം ഉണ്ടായതുകൊണ്ട് അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് ഉള്ളി ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ അതേ വെളിച്ചെണ്ണയിൽ കുറച്ച് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം കുറച്ച് ഉപ്പ്, അത് വാടി വരാനാണ് ഞാൻ ഉപ്പ് ഇട്ടത്. കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ജീരകം ചേർക്കണം. അത് വിട്ടുപോയായിരുന്നു. അപ്പോൾ ജീരകം ചേർത്തിട്ട് നേരത്തെ അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം വഴറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് വേണേൽ മല്ലിപ്പൊടി, കുറച്ച് ബിരിയാണി മസാല കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ്. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ളത്. അതിനുശേഷം ചിക്കനും കൂടി ഇട്ട് ഫുള്ളായിട്ട് സെറ്റായിട്ട് വറ്റാൻ ഫുള്ളായിട്ട് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ. ഞാൻ ചിക്കന് 1/2 കിലോ അരിയാണ് എടുത്താക്കണത്. അതിനുശേഷം അതിന് ആവശ്യമുള്ള വെള്ളം ഞാൻ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രാമ്പു, പട്ട, ഏലക്ക അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ലെമൺ കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അരി നമ്മൾ ഇട്ട് കൊടുക്കണം. കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പശു നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നല്ല ടേസ്റ്റായിട്ട്
വരുള്ളൂ. ഇത് ഞാൻ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി സെറ്റ് ചെയ്തിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് അപ്പം തന്നെ ആവി എടുക്കണം, വിസിലെടുക്കണം. അതിനുശേഷം റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും പിന്നെ മല്ലിയിലയും ഇട്ട് അതിനുശേഷം കുറച്ച് ചിക്കൻ പീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ പീസ് മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഗ്രേവിയോടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുകളിൽ പിന്നെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും അങ്ങനെ തന്നെ ഡെക്കറേറ്റ് ചെയ്യണം. ഉള്ളി വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് വെച്ചാൽ സെറ്റായിട്ടുണ്ടാവും. ദമ്മടിക്കുന്നില്ല ഞാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ മല്ലിയിലയും കൂടി ആക്കി വെച്ച് സെറ്റായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.